ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് അനുസരിച്ചുള്ള സോഷ്യൽ സയൻസ് പാർട്ട് 1 ഹിസ്റ്ററിയിലെ 4ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് 4ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് സമ്പത്തും ലോകവും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. സമ്പത്തും ലോകവും സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നുള്ള ഒരു പാർട്ടാണ് ഇത്. അപ്പോൾ പതിവ് പോലെ ഇവിടെയും ഒരു പാരഗ്രാഫിലാണ് നമ്മുടെ ചാപ്റ്റർ ആരംഭിക്കുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലോകം തുറക്കുകയും അതിൻ്റെ നിധിശേഖരങ്ങളും അതിശയങ്ങളും പ്രദർശിപ്പിക്കുകയും ചെയ്ത അക്കാലം എത്ര അത്ഭുതകരമായിരുന്നിരിക്കണം. സമുദ്രങ്ങളും പുത്തൻ ഭൂഖണ്ഡങ്ങളും അളവറ്റ സമ്പത്തുക്കളും എല്ലാം തുറക്കൂ സിസേം എന്ന ഒറ്റ മാന്ത്രിക വചനത്തിനായി കാത്തിരുന്ന പോലെ ഒന്നൊന്നായി കണ്ടുപിടിക്കപ്പെട്ടു. അന്തരീക്ഷം പോലും ഈ സാഹസികതയുടെ മാന്ത്രികതയാൽ നിറഞ്ഞിരിക്കണം. അപ്പോൾ ഒരു സ്വതന്ത്ര പരിഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ ജവഹർലാൽ നെഹ്റു എഴുതിയ അദ്ദേഹത്തിൻ്റെ ഒരു സ്വതന്ത്ര പരിഭാഷയിൽ നിന്നാണ് ഈ ഭാഗം എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 15ാം നൂറ്റാണ്ടിലെ സാഹസികമായ ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങളെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. ആരെഴുതിയത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകം ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ നടത്തുന്ന പരാമർശമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. 15ാം നൂറ്റാണ്ടിൽ ആഫ്രിക്ക, ഏഷ്യ, അമേരിക്ക എന്നീ ഭൂപ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന യൂറോപ്യർ സവിശേഷമായ ഒട്ടേറെ കാഴ്ചകൾ കണ്ടു. പുതിയ സമുദ്രപാതകൾ തുറന്നിട്ട ഈ അത്ഭുത കാഴ്ചകളെക്കുറിച്ചാണ് 1001 രാവുകളിലെ ആലിബാബയും 40 കള്ളന്മാരും എന്ന കഥയെ സൂചിപ്പിച്ചുകൊണ്ട് നെഹ്റു ഇങ്ങനെ എഴുതിയത്. തുറക്കൂ സിസേം എന്ന രഹസ്യവാക്കിനാൽ തുറക്കുന്ന കാട്ടിലെ ഗുഹയിൽ കള്ളന്മാർ സൂക്ഷിച്ചിരുന്ന നിധിശേഖരം കണ്ട ആലിബാബയുടെ അത്ഭുതത്തോടാണ് ഇതര ഭൂഖണ്ഡങ്ങൾ കണ്ട യൂറോപ്യരുടെ അതിശയത്തെ നെഹ്റു ഉപമിക്കുന്നത്. ലോക ചരിത്രത്തിൻ്റെ പിൽക്കാല ഗതിവിഗതികളെ നിർണയിച്ച പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് 15-16 നൂറ്റാണ്ടുകളിലെ യൂറോപ്യരുടെ ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങളും പുതിയ ഭൂപ്രദേശങ്ങളുടെ കണ്ടെത്തലും. ഇവയുടെ ചരിത്രമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ 15-16 നൂറ്റാണ്ടുകളിൽ നമ്മുടെ ഏഷ്യ, ആഫ്രിക്ക, അതുപോലെ അമേരിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലെ നമ്മുടെ യൂറോപ്യന്മാർ എത്തിച്ചേർന്നതും അതുവഴിയുണ്ടായ സാഹചര്യങ്ങളും ഒക്കെയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. ഇനി നോക്കിയേ, ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾക്ക് കാരണമായി തീർന്നത് 15ാം നൂറ്റാണ്ടിലെ 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഭൂമിശാസ്ത്ര പര്യവേഷണം, അതായത് നമ്മൾ മറ്റുള്ള ഭൂമിശാസ്ത്രപരമായി മറ്റ് സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചേരാൻ ഈ 15ാം നൂറ്റാണ്ടിലെ 2 പ്രധാന സംഭവങ്ങൾ കാരണമായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതാണ്. അപ്പോൾ തുർക്കികൾ എന്ത് ചെയ്തു? 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. അപ്പോൾ ഈ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പിടിച്ചെടുക്കലാണ് എന്തിന് കാരണമായത്? ഭൂമിശാസ്ത്രപരമായ അന്വേഷണങ്ങൾക്ക്, പര്യവേഷണങ്ങൾക്ക് ഒന്നാമതായിട്ട് കാരണമായത്. ഇനി രണ്ടാമത്തെ കാരണം പോർച്ചുഗീസ് നാവികർ ആഫ്രിക്കയിലെ ഗിനിയ തീരം വരെ എത്തിച്ചേർന്നത്. അപ്പോൾ പോർച്ചുഗീസ് നാവികർ എന്ത് ചെയ്തു? ആഫ്രിക്കയിലെ ഗിനിയ തീരം വരെ എത്തിച്ചേർന്നു. ഇതും എന്തിന് കാരണമായി? ഭൂമിശാസ്ത്രപരമായ പര്യവേഷണങ്ങൾക്ക് കാരണമായി. അപ്പോൾ ഈ 2 സംഭവങ്ങളാണ് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പര്യവേഷണങ്ങൾക്ക് കാരണമായി തീർന്നത്. ഏത് നൂറ്റാണ്ടിലാ? 15ാം നൂറ്റാണ്ടിൽ. ഈ സംഭവങ്ങൾ ലോകത്താകമാനം ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കി.
തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടെ ഏഷ്യയിൽ നിന്നുള്ള കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്ക് എത്തിയിരുന്ന കരമാർഗം അടയ്ക്കപ്പെട്ടു. ഇതിനെ തുടർന്ന് യൂറോപ്യർ ഇവ ലഭ്യമാകുന്ന നാട്ടിലേക്കുള്ള ഭൂമിശാസ്ത്ര പര്യവേക്ഷണ യാത്രകൾക്കും തുടർന്ന് പുതിയ പ്രദേശങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾക്കും തുടക്കം കുറിച്ചു. പോർച്ചുഗീസ് നാവികർ ആഫ്രിക്കയുടെ പടിഞ്ഞാറേ തീരത്തുള്ള ഗിനിയയിൽ എത്തിച്ചേർന്നത് മറ്റൊരു നാഴികക്കല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? നമ്മുടെ തുർക്കികൾ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തപ്പോൾ ഏഷ്യയിൽ നിന്നുള്ള കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്ക് എത്തിയിരുന്ന കരമാർഗം എന്ത് ചെയ്തു? അടച്ചു. അപ്പോൾ ഇതിനെ തുടർന്ന് യൂറോപ്യർക്ക് ഇത് ലഭ്യമാകണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഭൂമിശാസ്ത്രപരമായ പര്യവേഷണങ്ങൾക്കും തുടർന്ന് പുതിയ പ്രദേശങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾക്കും ഇത് എന്ത് ചെയ്തു? തുടക്കം കുറിച്ചു. അതുപോലെ നമ്മൾ പറഞ്ഞു, പോർച്ചുഗീസ് നാവികർ എവിടെ എത്തി? ആഫ്രിക്കയുടെ പടിഞ്ഞാറേ തീരത്തുള്ള ഗിനിയയിൽ എത്തിച്ചേർന്നതും എന്തിന് കാരണമായി? ഈ ഒരു ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങൾക്കുള്ള നാഴികക്കല്ലായിരുന്നു. തുടർന്ന് നടന്ന സമുദ്രയാത്രകളും ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങളും ലോക ചരിത്രത്തെ മാറ്റി എഴുതി. അപ്പോൾ തുടർന്ന് നടന്ന സമുദ്രയാത്രകൾ അതുപോലെ ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്തു? ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുകയുണ്ടായി. ഈ യാത്രാ പരമ്പരകളോടെ ലോകത്താകമാനം യൂറോപ്യൻ ആധിപത്യത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ ഇങ്ങനെ ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നപ്പോൾ എന്ത് ചെയ്തു? ലോകത്താകമാനം യൂറോപ്യൻ ആധിപത്യത്തിന് തുടക്കം കുറിച്ചു. ലോകത്തെ ഏത് സ്ഥലമുണ്ടെങ്കിലും അവിടെയൊക്കെ യൂറോപ്യന്മാർ എന്ത് ചെയ്തു? കുടിയേറാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് എന്തിന് കാരണമായത്? ഭൂമിശാസ്ത്രപരമായ പര്യവേഷണങ്ങൾക്ക് കാരണമായത്. അപ്പോൾ ക്രമേണ യൂറോപ്യൻ സംസ്കാരം മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. അപ്പോൾ ഒരാൾ സ്ഥിരമായിട്ടൊരു പ്രദേശത്ത് താമസമാകുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ആട് കിടക്കുന്നിടത്ത് ഒരു പൂട കിടക്കും എന്ന് പറഞ്ഞതുപോലെ അവരുടെ സംസ്കാരം എന്ത് ചെയ്യും? മറ്റ് സ്ഥലങ്ങളിലും വ്യാപിക്കും. ഇനി ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഈ ബോക്സിലാണ് നമ്മുടെ കുരുമുളകും യൂറോപ്യരും എന്ന് പറയുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ശൈത്യകാലത്ത് ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുവാനും ഔഷധ ആവശ്യങ്ങൾക്കുമായാണ് കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ യൂറോപ്യർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ യൂറോപ്യന്മാർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുരുമുളക് ഇവിടെ വന്നിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? അവർക്ക് എപ്പോഴും അവിടെ ഒരുപാട് അവർ ശൈത്യകാലത്തിലൂടെ കടന്നു പോകണം. അപ്പോൾ ശൈത്യകാലത്ത് ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുവാനും ഔഷധ ആവശ്യങ്ങൾക്കുമായാണ് കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ യൂറോപ്യർ ഉപയോഗിച്ചിരുന്നത്. ഇവ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ് അവർക്ക് ലഭിച്ചിരുന്നത്. അപ്പോൾ ഈ കുരുമുളക് ലഭിച്ചിരുന്നത് ഏത് സ്ഥലത്തിലൂടെയാണ്? കോൺസ്റ്റാന്റിനോപ്പിളിലൂടെയാണ് ഈ ഒരു സാധനം അവർക്ക് ലഭിച്ചിരുന്നത്. ഈ പാത അടയ്ക്കപ്പെട്ടതോടെ കടൽ മാർഗത്തിലൂടെയെങ്കിലും ഏഷ്യയിലേക്ക് പുതിയൊരു വാണിജ്യപാത കണ്ടെത്താൻ യൂറോപ്യർ നിർബന്ധിതരായി. അപ്പോൾ ഈ കുരുമുളകൊക്കെ യൂറോപ്പിലെത്തുന്നത് ഒരു ആകപ്പാടെയുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു കരമാർഗം മാത്രമാണ്. അതാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിളിലൂടെയുള്ള ഒരു സ്ഥലം. അതിലൂടെയായിരുന്നു ഇത് കൊണ്ടുപോയത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ആ കരഭാഗം അടച്ചു പൂട്ടി. അപ്പോൾ കര അടച്ചപ്പോൾ കടലിലൂടെയെങ്കിലും സമുദ്രമാർഗമെങ്കിലും കണ്ടെത്തി ഈ ഒരു സാധനം അവർക്ക് കൊണ്ടുപോയേ കഴിയൂ. അങ്ങനെയാണ് എന്ത് ചെയ്തത്? 15-ാം നൂറ്റാണ്ടോടെ പുതിയ പുതിയ പര്യവേഷണങ്ങൾക്ക് ഇത് വഴിതെളിച്ചത്. അപ്പോൾ ഇവിടെ ഉണ്ട് കുറേ കാര്യങ്ങൾ ഇവിടെ ഈ ഒരു നമ്മുടെ ഈ ഒരു ഭൂപടത്തിൽ തന്നിട്ടുണ്ട്. സംഭവം ഇതാണ് നമ്മുടെ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ഇതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ ഈ കോൺസ്റ്റാന്റിനോപ്പിളിൽ മാത്രമാണ് ഇതുവഴി ഇങ്ങനെ ഒരു ചെറിയ കരമാർഗം അവിടെ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കരമാർഗം എന്ന് പറയുന്നത് ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മാർഗത്തിലൂടെയാണ് ഇവർ യൂറോപ്യന്മാർ എന്ത് ചെയ്തിരുന്നത്? സാധനങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ചെറിയ ഒരു മാർഗത്തിലൂടെ ഇവർക്ക് പോകാമായിരുന്നു. ഇങ്ങനെയൊക്കെ ഇവർക്ക് പോകാമായിരുന്നു. പക്ഷേ ഇവിടെ അടുത്ത് ഇത് മെഡിറ്ററേനിയൻ കടലാണ്, ബാക്കിയൊക്കെ സമുദ്രമാണ്. അപ്പോൾ ഈ സമുദ്രം വഴി ഇവരെന്ത് ചെയ്യണം? സാധനങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടി വന്നത്. ബാക്കി എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവരാണ് ഇതിന് അടുത്ത് ഈ കോൺസ്റ്റാന്റിനോപ്പിളാണ് ഇവരുടെ ഒരു ശരിയായിട്ടുള്ള ഏഷ്യയിലേക്ക് വരാനൊക്കെയുള്ള ഒരു പാത എന്ന് പറയുന്നത്. ലോകത്തെ മാറ്റിമറിച്ച ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത് പോർച്ചുഗലും സ്പെയിനുമാണ്. അപ്പോൾ
ഈ ഭൂമിശാസ്ത്രപരമായ പര്യവേഷണങ്ങൾക്ക് തുടക്കം കുറിച്ച രാജ്യങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം പോർച്ചുഗലും സ്പെയിനുമാണ്. പിന്നീട് നെതർലാൻഡ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഈ രംഗത്തേക്ക് കടന്നു വരികയും പുതിയ പ്രദേശങ്ങളുടെ കണ്ടെത്തലിലും അധിനിവേശത്തിലും പങ്കാളികളാവുകയും ചെയ്തു. അപ്പോൾ ആദ്യം വന്നത് ആരാണ്? പോർച്ചുഗലും സ്പെയിനുമാണ് ഇതിന് തുടക്കം കുറിച്ചത്. പിന്നീട് നെതർലാൻഡ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഈ രംഗത്തേക്ക് കടന്നു വന്നു. അപ്പോൾ നോക്കി ഇവിടെ നമ്മുടെ പോർച്ചുഗൽ ഇവിടെ കോൺസ്റ്റാന്റിനോപ്പിൾ, സ്പെയിൻ ഇവരൊക്കെയാണ് ഇതിൻ്റെ അടുത്ത് കിടക്കുന്നത്, കോൺസ്റ്റാന്റിനോപ്പിളുമായിട്ട് അടുത്ത് കിടക്കുന്നത്. അപ്പോൾ ഇവർക്കാണ് ഇവരാണ് ആദ്യം വന്നത്. പിന്നെയാണ് ആരാണ് നമ്മുടെ നെതർലാൻഡും ഇംഗ്ലണ്ടും ഫ്രാൻസും ഒക്കെ ഈ ഒരു മേഖലയിലേക്ക് വന്നത്. ഇനി ഈ രാജ്യങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നമുക്ക് ഈ പറഞ്ഞ രാജ്യങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തീരത്ത്, ഇവിടെയാണ് അറ്റ്ലാന്റിക് സമുദ്രം, ഇതിങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. ഇതിൻ്റെ അടുത്താണ് പോർച്ചുഗൽ സ്ഥിതി ചെയ്യുന്നത്, ഇവിടെയായിട്ടാണ് പോർച്ചുഗൽ. അതിന് തൊട്ട് ചേർന്ന് സ്പെയിന്, അത് തൊട്ട് ചേർന്ന് ഫ്രാൻസ്, പിന്നെ ഇംഗ്ലണ്ട്, അതുപോലെ നെതർലാൻഡ്. ഈ രാജ്യങ്ങളൊക്കെ അറ്റ്ലാന്റിക് സമുദ്രത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവർ അവിടെ നിന്നാണ് എന്ത് ചെയ്തത്? ഇങ്ങോട്ട് വന്നത്. ഭൂമിശാസ്ത്രപരമായ ഈ രാജ്യങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾക്ക് സഹായകമായി. അപ്പോൾ നമ്മുടെ സ്പെയിന്, പോർച്ചുഗൽ, അതുപോലെ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, നെതർലാൻഡ് ഇവരുടെ ഒക്കെ ഈ ഭൂമിശാസ്ത്രപരമായ പര്യവേഷണങ്ങൾ എന്തിന് കാരണമായി? ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അതുപോലെ ഈ ഭൂമിശാസ്ത്രപരമായ പര്യവേഷണങ്ങൾക്ക് സഹായകമായി. സമുദ്ര പര്യവേഷണ യാത്രകൾക്ക് ഈ രാജ്യങ്ങളെ സഹായിച്ച മറ്റ് ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു സമുദ്ര യാത്രയ്ക്ക് ഇവരെ പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ ഒന്നാമത്തേത് മഹാസമുദ്രങ്ങൾ മുറിച്ചു കടക്കാൻ ശേഷിയുള്ള കപ്പലുകളുടെ നിർമ്മാണം. ഇവർക്ക് എന്ത് ചെയ്തു? സമുദ്രത്തിനടുത്താണ് താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവർക്ക് മഹാസമുദ്രങ്ങളെ മുറിച്ചു കടക്കാൻ ശേഷിയുള്ള കപ്പലുകൾ ഇവരെന്ത് ചെയ്തു? നിർമ്മിച്ചു. അപ്പം ഈ കപ്പലുകളൊക്കെ ഉണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും യാത്ര ചെയ്യാം. അപ്പോൾ അത് എന്തിന് കാരണമായി? ഈ ഭൂമിശാസ്ത്രപരമായ പര്യവേഷണങ്ങൾക്ക് വഴിതെളിച്ചു. കടലിൽ ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന നാവിക ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം. അപ്പോൾ കടലിൽ ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന നാവിക ഉപകരണങ്ങൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. അടുത്ത് ഭരണാധികാരികൾ നൽകിയ ശക്തമായ പിന്തുണ. ഇപ്പോൾ സ്പെയിനിലേക്ക് രാജാക്കന്മാർ, അതുപോലെ പോർച്ചുഗലിലും ഒക്കെ അവിടുത്തെ ഭരണാധികാരികൾ എന്ത് ചെയ്തു? ഭൂമിശാസ്ത്രപരമായ പര്യവേഷണങ്ങൾക്കൊക്കെ ഒരുപാട് പ്രോത്സാഹനം നൽകി. ഇനി എന്താണ്? സൈനിക ശേഷി. ഈ ഓരോ രാജ്യങ്ങളിലെയും സൈനിക ശേഷി, സമുദ്ര യാത്രാനുഭവങ്ങൾ. ഇവർക്ക് സമുദ്രത്തിനടുത്താണ് താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു? ഈ സമുദ്ര അനുഭവങ്ങൾ, സമുദ്ര യാത്രാ അനുഭവങ്ങൾ ജീവിതത്തിൽ തുടങ്ങുമ്പോൾ തന്നെ ഇവരെന്ത് ചെയ്യുന്നു? സമുദ്രമായിട്ട് ഇങ്ങനെ യാത്രയുടെ അനുഭവങ്ങളൊക്കെ ഇവർക്കുണ്ട്. അപ്പം ഇതൊക്കെയാണ് എന്തിന് കാരണമായത്? നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പര്യവേഷണങ്ങൾക്ക് വഴിതെളിച്ചത്. ഭൂപട നിർമ്മാണം, വാന നിരീക്ഷണം എന്നീ മേഖലകളിൽ നേടിയ പുരോഗതി. അപ്പോൾ ഇവരൊക്കെ എന്താണ്? ഭൂപട നിർമ്മാണം. എന്തിനാ ഭൂപടം നിർമ്മിക്കുന്നത്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒക്കെ ഇവർക്ക് എന്താണ്? ഭൂപടങ്ങൾ ഇവർ നിർമ്മിച്ചു. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണവും വാന നിരീക്ഷണം ഈ മേഖലകളിൽ ഇവർ നേടിയ പുരോഗതി എന്തിന് കാരണമായി? ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങൾക്ക് കാരണമായി. അടുത്ത് നമ്മൾ പറയുന്നത് യൂറോപ്യർ ഇതര ഭൂഖണ്ഡങ്ങളിലേക്ക്. യൂറോപ്യന്മാർ എന്ത് ചെയ്തു? ഇതര ഭൂഖണ്ഡങ്ങളിലേക്ക് യാത്ര തിരിച്ചതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കായിരുന്നു യൂറോപ്യരുടെ ആദ്യത്തെ പര്യവേക്ഷണ യാത്രകൾ. അപ്പോൾ യൂറോപ്യന്മാർ ആദ്യമായിട്ട് പോയത് ഏത് ഭൂഖണ്ഡത്തിലാണെന്ന് ചോദിച്ചാൽ അത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലായിരുന്നു യൂറോപ്യരുടെ ആദ്യത്തെ പര്യവേക്ഷണ യാത്രകൾ. അപ്പോൾ യൂറോപ്യന്മാരുടെ ആദ്യ പര്യവേക്ഷണ യാത്രകൾ എവിടേക്കാണ്? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കായിരുന്നു. ആഫ്രിക്കയിലെ നൈജർ സമതലത്തിലെ സ്വർണത്തെക്കുറിച്ചുള്ള അറിവാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലേക്കുള്ള സമുദ്ര യാത്രകൾക്ക് പോർച്ചുഗലിനെ പ്രധാനമായും പ്രേരിപ്പിച്ചത്. അപ്പോൾ പോർച്ചുഗീസുകാർ അറിഞ്ഞു എന്താണ്? ആഫ്രിക്കയിലെ നൈജർ സമതലത്തിൽ സ്വർണം ഉണ്ട്, ധാരാളം സ്വർണമുണ്ട്. ആ സമതലത്തിൽ ചെന്നാൽ ഈ ഒരു അറിവ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലേക്കുള്ള സമുദ്രയാത്രകൾക്ക് ആരെ പ്രേരിപ്പിച്ചു?
പോർച്ചുഗലിനെ പ്രേരിപ്പിച്ചു. 1415 എന്നാണ് 1415 മൊറോക്കൻ തീരത്തെ സ്യൂത്ത. അപ്പോൾ 1415 മൊറോക്കൻ തീരത്തെ സ്യൂത്ത എന്ന് പറയുന്ന സ്ഥലത്ത് അതെന്ത് ചെയ്തു, ഈ സൂത്ത ഇവരെന്ത് ചെയ്തു, പിടിച്ചടക്കിയതോടുകൂടിയാണ് ആഫ്രിക്കയിലെ പോർച്ചുഗീസ് അധിനിവേശം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ മൊറോക്കൻ തീരത്തെ ഒരു പ്രദേശമാണ് സ്യൂത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭൂപടത്തിൽ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഈ സ്യൂത്ത എന്ന് പറയുന്ന ആ ഒരു പ്രദേശം. അപ്പോൾ ഇതാണ് എന്താണ് മൊറോക്കയുടെ തീരത്തുള്ള ഈ ഒരു പ്രദേശമാണ് സ്യൂത്ത. ഇത് ആര് പിടിച്ചടക്കി? നമ്മൾ പറഞ്ഞു ഇത് പോർച്ചുഗീസുകാരെന്ത് ചെയ്തു, പിടിച്ചടക്കി. അപ്പോൾ പോർച്ചുഗീസിൻ്റെ അടുത്താണ് ഏത് കിടക്കുന്നത്, ഈ സ്യൂത്ത എന്ന് പറയുന്ന പ്രദേശം കിടക്കുന്നത്. അപ്പം നമ്മൾക്ക് ആ ഭൂപടത്തിൽ നല്ല വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. ഇത് കണ്ടോ, പോർച്ചുഗലിനോട് ചേർന്ന് കിടക്കുന്ന, പോർച്ചുഗലിനും സ്പെയിനിനും അടുത്തായിട്ട് കിടക്കുന്ന ഒരു മൊറോക്കൻ ആഫ്രിക്കയുടെ തീരത്താണ്. ഇതാണ് ആഫ്രിക്ക. അപ്പോൾ ആഫ്രിക്കയുടെ ഈ ഒരു തീരത്ത്, അതായത് പോർച്ചുഗലിനോട് ചേർന്നിട്ട് കിടക്കുന്ന ഒരു പ്രദേശം ഇതാണ് എന്തെന്ന് പറയുന്നത്, സ്യൂത്ത എന്ന് പറയുന്ന പ്രദേശം. ഈ സ്യൂത്ത എന്ന് പറയുന്ന പ്രദേശം 1415 ആരങ്ങ് പിടിച്ചെടുത്തു? നമ്മുടെ പോർച്ചുഗീസ് നാവികർ അതിൽ അധിനിവേശം അങ്ങ് സ്ഥാപിച്ചു, അവർ പിടിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ ആഫ്രിക്കയിലെ പോർച്ചുഗീസ് അധിനിവേശം എന്ത് ചെയ്തു, ആരംഭിച്ചു. ഈ പ്രദേശം ക്രമേണ പോർച്ചുഗലിന് ധാന്യങ്ങളും മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളും ശേഖരിക്കുന്ന ഇടമായി മാറി. അപ്പോൾ ഈ ഒരു സ്യൂത്ത പിടിച്ചെടുത്തതോടുകൂടി പോർച്ചുഗൽ എന്ത് ചെയ്തു, ഈ ഒരു പ്രദേശം അവർക്ക് ഭക്ഷണങ്ങൾ ശേഖരിക്കുന്ന പ്രദേശമായിട്ടും മറ്റ് ധാന്യങ്ങളൊക്കെ സംഭരിക്കുന്ന ഒരു പ്രദേശമാക്കി ഇവരതിനെ അങ്ങ് മാറ്റി. പടിഞ്ഞാറൻ ആഫ്രിക്കയിലുള്ള ബൊജാദാർ മുനമ്പ്. അപ്പോൾ ഈ പടിഞ്ഞാറൻ ആഫ്രിക്കയിലുള്ളൊരു മുനമ്പാണ് ബൊജാദാർ മുനമ്പ്. അതും നമ്മുടെ ഭൂപടത്തിൽ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഈ ബൊജാദർ മുനമ്പ് മുറിച്ച് കടക്കുക എന്നത് പോർച്ചുഗീസുകാർക്ക് ഏറെ ക്ലേശകരമായ ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ബൊജാദാർ എന്ന് പറയുന്ന ഒരു മുനമ്പ്. അതെവിടെയാണ് ഉള്ളത്? പടിഞ്ഞാറൻ ആഫ്രിക്കയിലുള്ള ഒരു മുനമ്പാണ് ബൊജാദർ മുനമ്പ്. ഇത് മുറിച്ച് കടക്കാൻ ആർക്ക് പ്രയാസമായിരുന്നു? പോർച്ചുഗീസുകാർക്ക് ഏറെ പ്രയാസകരമായിരുന്നു. പക്ഷേ 1434 അതിനെ സാധിച്ചതോടെ അവർക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കൻ തീരത്തുള്ള മറ്റ് പ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ എളുപ്പമായി. അപ്പോൾ ഇവരെന്ത് ചെയ്തു? 1434 ആയപ്പോൾ പോർച്ചുഗീസുകാർ ഈ ബൊജാദർ മുനമ്പ് എന്ത് ചെയ്തു? മുറിച്ച് കടന്നു. അത് മുറിച്ച് കടന്നതോടുകൂടി എന്ത് ചെയ്തു? ഇവർക്ക് ആഫ്രിക്കയുടെ മറ്റ് പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരാൻ എളുപ്പമായി. തൽഫലമായി അടിമകളുടെയും സ്വർണത്തിൻ്റെയും വ്യാപാരത്തിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പോർച്ചുഗീസ് രാജാവിന് സാധിച്ചു. അപ്പോൾ ഇതോടുകൂടി അടിമകളുടെയും സ്വർണത്തിൻ്റെയും വ്യാപാരത്തിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പോർച്ചുഗീസ് രാജാവിന് സാധിച്ചു. അപ്പോൾ ഇവർക്കറിയാം എന്താണ്, ഇവിടെ നൈജർ എന്ന് പറയുന്ന സമതല പ്രദേശത്ത് ഇഷ്ടം പോലെ സ്വർണ്ണശേഖരമുണ്ട്. അപ്പോൾ അവിടെ പോയി ഇവർ സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റി. അങ്ങനെ ഈ സ്വർണം കൈയടക്കി, അതുപോലെ അവിടെ ആൾക്കാരെയൊക്കെ അടിമകളായിട്ടൊക്കെ പിടിച്ചു. അപ്പോൾ ഇതിലൂടെയൊക്കെ എന്ത് ചെയ്തു? സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ ആർക്ക് സാധിച്ചു? പോർച്ചുഗീസ് രാജാവിന് സാധിച്ചു. ഇത് കൂടുതൽ സമുദ്രയാത്രകൾ സംഘടിപ്പിക്കുവാൻ പോർച്ചുഗീസുകാർക്ക് പ്രേരണയായി. അങ്ങനെ ഇതോടെ പോർച്ചുഗീസുകാരെന്ത് ചെയ്തു? കൂടുതൽ സമുദ്രയാത്രകൾ തുടങ്ങി. അപ്പോൾ ഇതോടെ അവർക്ക് മനസ്സിലായി എവിടെ പോയാലും അവിടെയൊക്കെ പിടിച്ചിറക്കാം. അങ്ങനെ അവർ സമുദ്രയാത്രകൾ ആരംഭിച്ചു. ആഫ്രിക്കൻ വൻകരയ്ക്ക് പുറമെ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തിന് സമീപത്തുള്ള അറ്റ്ലാന്റിക് ദ്വീപുകളിലും പോർച്ചുഗീസുകാർ ക്രമേണ കൃഷി വ്യാപിപ്പിക്കുകയും കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ആഫ്രിക്കൻ വൻകരയിൽ മാത്രമല്ല, ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തിന് സമീപമുള്ള അറ്റ്ലാന്റിക് ദ്വീപുകളിലും പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു? അവരുടെ കൃഷി അങ്ങ് വ്യാപിപ്പിച്ചു. എന്നിട്ട് അവിടെ കോളനികൾ സ്ഥാപിച്ചു. കൃഷി ചെയ്താൽ പിന്നെ കോളനികളൊക്കെ കെട്ടി താമസിക്കണമല്ലോ. അപ്പോൾ അവിടെ കോളനികളൊക്കെ സ്ഥാപിച്ചു. ചുരുക്കത്തിൽ ആഫ്രിക്കൻ തീരത്തെ പര്യവേഷണങ്ങളും
അറ്റ്ലാന്റിക് ദ്വീപുകളിലെ കോളനിവൽക്കരണവും ഏഷ്യയിലേക്കുള്ള സമുദ്രപാത കണ്ടെത്താനുള്ള പോർച്ചുഗീസുകാരുടെ യാത്രാ പരമ്പരകൾക്ക് പശ്ചാത്തലമൊരുക്കി. അങ്ങനെയാണ് എന്ത് ചെയ്തത്, ഈ ആഫ്രിക്കൻ തീരത്തിലുള്ള പര്യവേഷണങ്ങൾ, അതുപോലെ എന്താണ് അറ്റ്ലാന്റിക് ദ്വീപുകളിലെ കോളനിവൽക്കരണം, ഇത് രണ്ടുമാണ് ഏഷ്യയിലേക്കുള്ള പാത കണ്ടെത്താൻ സമുദ്രപാത കണ്ടെത്താൻ പ്രേരിപ്പിച്ചത്, പോർച്ചുഗീസുകാരുടെ പ്രേരിപ്പിച്ചത്. അങ്ങനെയാണ് പോർച്ചുഗീസുകാരുടെ യാത്രാ പരമ്പരകൾക്ക് സാധ്യത ഒരുങ്ങിയത്. ഇനി ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ടേ. കോളനിവൽക്കരണം എന്താണ്? കോളനിവൽക്കരണം സിമ്പിളായിട്ടാണ് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു പാഠഭാഗമാണ് കേട്ടോ. നമ്മളിത് വായിച്ചു കഴിഞ്ഞാൽ വളരെ ഒരു കഥ പോലെ നമുക്കിത് പഠിച്ചു പോകാം. അത്രയ്ക്ക് ഈസി ആയിട്ട് കൊടുത്തിട്ടുണ്ട് 10ാം ക്ലാസ്സിലെ ഈ പുസ്തകത്തിൽ. അപ്പോൾ കോളനിവൽക്കരണം എന്താണ്? കോളനിവൽക്കരണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു രാജ്യം തങ്ങളുടേതല്ലാത്ത പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കുന്ന പ്രക്രിയയാണ് കോളനിവൽക്കരണം. അപ്പോൾ കോളനിവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യം എന്ത് ചെയ്യുന്നു? തങ്ങളുടേതല്ലാത്ത പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കുന്ന പ്രക്രിയയ്ക്കാണ് എന്തെന്ന് പറയുന്നത്? കോളനിവൽക്കരണം എന്ന് പറയുന്നത്. ഇങ്ങനെ സ്ഥാപിക്കുന്ന കോളനികളിൽ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ആധിപത്യത്തിലൂടെ ചൂഷണം നടത്താൻ അതീശ രാജ്യങ്ങൾ ശ്രമിച്ചു. അപ്പോൾ ഇവർ ഈ കോളനി സ്ഥാപിക്കുന്നതിലൂടെ ഇവരെന്തൊക്കെ ചെയ്യും? അവിടെ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒക്കെയുള്ള സാംസ്കാരിക ആധിപത്യത്തിലൂടെ ആ ഒരു രാജ്യത്തെ ചൂഷണം ചെയ്യാനായിട്ടാണ് ആര് ശ്രമിക്കുന്നത്? ഈ കോളനി സ്ഥാപിക്കുന്ന രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ എന്താണ് കോളനിവൽക്കരണമെന്ന് മനസ്സിലായി. ഇനി നമ്മളിവിടെ പറയുന്നത് അറ്റ്ലാന്റിക് ദ്വീപുകളാണ്. അറ്റ്ലാന്റിക് ദ്വീപുകൾ എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ് അറ്റ്ലാന്റിക് ദ്വീപുകൾ. അപ്പോൾ മനസ്സിലായല്ലോ, അറ്റ്ലാന്റിക് ദ്വീപുകൾ എന്താണ്? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ് ഏത്? അറ്റ്ലാന്റിക് ദ്വീപുകൾ. ഇനി ചില പ്രധാനപ്പെട്ട അറ്റ്ലാന്റിക് ദ്വീപുകളുടെ പേരുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. മദൈരയുണ്ട്, അസോരസ് ഉണ്ട്, കാനറി, കേപ്പ് വെർദ് എന്നിവയാണ് ഇവയിൽ പ്രധാന ദ്വീപുകൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ അറ്റ്ലാന്റിക് ദ്വീപുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ് ഈ അറ്റ്ലാന്റിക് ദ്വീപുകൾ. അതിൽ പ്രധാനപ്പെട്ട ദ്വീപുകൾ നമ്മളിവിടെ പറഞ്ഞു. ഏതൊക്കെയാണ്? മദൈര, അസോരസ്, കാനറി, കേപ്പ് വെർദ് എന്നിവയാണ് ഇവയിൽ പ്രധാന ദ്വീപുകൾ. കാർഷികോൽപാദന കേന്ദ്രമായും തുറമുഖ കേന്ദ്രമായും ഈ ദ്വീപുകളെ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഈ ദ്വീപുകൾ ഇവിടെ ഭൂപടത്തിൽ തന്നിട്ടുണ്ട് നല്ല വ്യക്തമായിട്ട്. അസോരസ്, മദൈര, കാനറി, കേപ്പ് വെർദ് ഇതവരെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്? ഇവർ ഈ ദ്വീപുകളെ കാർഷികോൽപാദന കേന്ദ്രമായും തുറമുഖ കേന്ദ്രമായിട്ടും ഇതിനെ ഉപയോഗിച്ചു. ഇവിടെ ആധിപത്യം സ്ഥാപിച്ച പോർച്ചുഗീസുകാർ ആഫ്രിക്കയിൽ ഇടപെടാനുള്ള പ്രധാന കേന്ദ്രമായും ഏഷ്യൻ സഞ്ചാരത്തിന് പോകുന്ന കപ്പലുകൾക്ക് വെള്ളവും ഭക്ഷണവും ലഭ്യമാക്കുന്ന ഇടത്താവളമായും ഈ ദ്വീപുകളെ ഉപയോഗപ്പെടുത്തി. അപ്പോൾ എന്തിനു വേണ്ടിയൊക്കെയാണ് ഇവർ ഈ ദ്വീപുകളെ ഉപയോഗിച്ചതെന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നീട് ഈ കാനറി ദ്വീപുകൾ സ്പെയിനിൻ്റെ നിയന്ത്രണത്തിലായി. അപ്പോൾ പിന്നീട് കാനറി ദ്വീപിൻ്റെ നിയന്ത്രണം ആർക്ക് കിട്ടി? സ്പെയിനിനാണ് കിട്ടിയത്. സ്പെയിനിൻ്റെ നിയന്ത്രണത്തിലായി. അപ്പോൾ പോർച്ചുഗീസുകാർ ആഫ്രിക്കയിൽ ഇടപെടാനുള്ള പ്രധാന കേന്ദ്രമായും ഏഷ്യൻ സഞ്ചാരത്തിന് പോകുന്ന കപ്പലുകൾക്ക് വെള്ളവും ഭക്ഷണവും ലഭ്യമാക്കുന്ന ഇടത്താവളമായുമാണ് ഈ ദ്വീപുകളെ ഉപയോഗപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കേപ്പ് വെർദ്, കാനറി, മദൈര, അസോരസ് ഇതൊക്കെ അന്നത്തെ പ്രധാന ദ്വീപുകളാണ്. ഇതിൽ ഏത് ദ്വീപാണ് സ്പെയിൻ പിന്നീട് കൈവശപ്പെടുത്തിയത്? കാനറി ദ്വീപാണ് സ്പെയിനിൻ്റെ നിയന്ത്രണത്തിലായത്. പോർച്ചുഗീസ് നാവികനായ ബർത്തലോമിയ ഡയസ് 1488 ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ, അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ശുഭപ്രതീക്ഷ മുനമ്പിൽ എത്തിച്ചേർന്നു. അപ്പോൾ നമ്മുടെ പോർച്ചുഗീസ് നാവികനായ ബർത്തലോമിയ ഡയസ്
ഏത് വർഷം? 1488. എവിടെയാണ്? ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, അല്ലെങ്കിൽ ആ ഒരു മുനമ്പിന് പറയുന്ന പേരാണ് ശുഭപ്രതീക്ഷ മുനമ്പ്. ഈ മുനമ്പിൽ 1488 ആര്? ബർത്തലോമിയ ഡയസ് എത്തിച്ചേർന്നു. പ്രക്ഷുബ്ധമായ കടൽ മറികടന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേരാനാകാതെ അദ്ദേഹം തിരികെ പോയി. അപ്പോൾ കടൽ പ്രക്ഷുബ്ധമായി, അപ്പോൾ ഇന്ത്യയിലോട്ട് എത്താൻ പറ്റത്തില്ല. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു? തിരിച്ച് മടങ്ങിപ്പോയി. അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിപ്പോയി. ഇതേ തുടർന്ന് പോർച്ചുഗീസുകാർ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ ഭേദിച്ച് സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കപ്പലുകൾ നിർമ്മിച്ചു. അപ്പോൾ ഇതോടെ അവർക്ക് മനസ്സിലായി നമ്മുടെ സമുദ്രങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? വളരെ ചിലപ്പോൾ ചീറിപ്പാഞ്ഞ് അവരിങ്ങനെ കോപാകുലരായിട്ടിരിക്കുന്ന സമയത്ത് കപ്പലിലൊന്നും പോകത്തില്ല. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കണം. അത്ര മേലുള്ള അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളെ ഭേദിച്ച് സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കപ്പലുകൾ ഇവരെന്ത് ചെയ്തു? നിർമ്മിച്ചു. അതിനുശേഷം ഈ പാത തന്നെ പിന്തുടർന്ന് സമുദ്രയാത്ര ആരംഭിച്ച വാസ്കോ ഡ ഗാമ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലൂടെ ആഫ്രിക്കയുടെ കിഴക്കൻ തീരം ചുറ്റി 1498 ഇന്ത്യയിലെ കോഴിക്കോടുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. അപ്പോൾ ബർത്തലോമിയ ഡയസ് 1488 വന്നു പോയി. അപ്പോൾ പറ്റിയില്ല. അങ്ങനെ പുതിയ കപ്പലുകളൊക്കെ, പ്രതികൂല സാഹചര്യങ്ങളെ ഭേദിക്കുന്ന കപ്പലുകളൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ എന്ത് ചെയ്തു? ഈ കപ്പലുകളെ ഭേദിച്ചുകൊണ്ട് ആരാ? നമ്മുടെ വാസ്കോ ഡ ഗാമ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലൂടെ എവിടെ എത്തി? ആഫ്രിക്കയുടെ കിഴക്കൻ തീരം ചുറ്റി എവിടെ? 1498 ഇന്ത്യയിലെ കോഴിക്കോടുള്ള കാപ്പാട് എന്ന് പറയുന്ന തീരത്ത് എത്തിച്ചേർന്നു. ഇതോടെ ഏഷ്യൻ പ്രദേശങ്ങളിലെ യൂറോപ്യൻ ആധിപത്യത്തിന് തുടക്കം കുറിച്ചു. അപ്പം ഇങ്ങനെയാണ് ഏഷ്യൻ പ്രദേശങ്ങളിലെ യൂറോപ്യൻ ആധിപത്യത്തിന് തുടക്കം കുറിച്ചത്. ഇനി ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങളിൽ പങ്കാളിയായ മറ്റൊരു രാജ്യം സ്പെയിനായിരുന്നു. അപ്പോൾ ഇതേപോലെ ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങളിലൊക്കെ പങ്കാളിയായ മറ്റൊരു രാജ്യം ഏതാണ്? സ്പെയിനാണ്. പോർച്ചുഗീസുകാരെ പോലെ ദൈർഘ്യമേറിയ കടൽ തീരവും സമുദ്രയാത്രാ പാരമ്പര്യവും അവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടും ഒരുമിച്ച് ഒരു അടുത്തടുത്തുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ പോർച്ചുഗീസുകാരെ പോലെ തന്നെ ആർക്ക്? സ്പെയിനിനും കടൽ തീരവും സമുദ്രയാത്രാ പാരമ്പര്യവും ഒക്കെ അറിയാമായിരുന്നു. സ്പെയിനിലെ ഭരണാധികാരികളായ ഫെർഡിനാൻഡിൻ്റെയും ഇസബെല്ലയുടെയും സഹായവും പര്യവേക്ഷകർക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ സ്പെയിനിലെ രാജാവായ ഫെർഡിനാൻഡ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ പത്നിയായ ഇസബെല്ല, ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു? സമുദ്രയാത്ര, പര്യവേക്ഷണ യാത്രകളെ പ്രോത്സാഹിപ്പിച്ചു. അവർ ഒരുപാട് സഹായമൊക്കെ നൽകി. സ്പെയിനിൻ്റെ സാമ്പത്തിക സഹായത്തോടെ 1492 ഇറ്റാലിയൻ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ബഹാമസ് ദ്വീപിൽ എത്തിച്ചേർന്നു. അപ്പോൾ ആരാണ്? ഇറ്റാലിയൻ നാവികനാണ് ക്രിസ്റ്റഫർ കൊളംബസ്. അദ്ദേഹത്തെ ആര് സഹായിച്ചു? ആരുടെ സഹായത്തോടെയാ? സ്പെയിനിൻ്റെ സഹായത്തോടെ ഇദ്ദേഹം എന്ത് ചെയ്തു? വടക്കേ അമേരിക്കയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ബഹാമസ് ദ്വീപിൽ എത്തിച്ചേർന്നു. അപ്പോൾ ബഹാമസ് ദ്വീപിൽ എത്തിച്ചേർന്ന നാവികൻ ആരാ? ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. ആരുടെ സഹായത്തോടെയാണ്? സ്പെയിനിൻ്റെ സഹായത്തോടെയാണ്. അന്ന് വരെ യൂറോപ്പിൽ അറിയപ്പെടാതിരുന്ന ഒരു ഭൂഖണ്ഡത്തിൻ്റെ കണ്ടെത്തലിലേക്ക് ഇത് നയിച്ചു. അപ്പോൾ അതുവരെ യൂറോപ്പിൽ ഇങ്ങനെ ഒരു ഭൂഖണ്ഡം ഉണ്ടെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. ഈ ബഹാമസ് ദ്വീപിൽ എത്തിയ ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ ഈ ഒരു യാത്ര ഒരു പുതിയ ഭൂഖണ്ഡത്തിലേക്കുള്ള കണ്ടെത്തലായിരുന്നു. ഇതോടെ ഈ ഭൂപ്രദേശവും യൂറോപ്യൻ അധിനിവേശത്തിനും ചൂഷണത്തിനും വിധേയമായി തീർന്നു. അപ്പം ഈ ഒരു ഭൂപ്രദേശവും ആരാ? യൂറോപ്യൻ അധിനിവേശത്തിനും ചൂഷണത്തിനും വിധേയമായി തീർന്നു ഈ ബഹാമസ് ദ്വീപ്. അങ്ങനെ പുതിയ ലോകം, ന്യൂ വേൾഡ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ ഭൂപ്രദേശം പിന്നീട് അമേരിക്ക എന്നറിയപ്പെട്ടു. അപ്പോൾ നമ്മുടെ ആരാണ്? ബഹാമസ് ദ്വീപിൽ എത്തിച്ചേർന്ന നമ്മുടെ ഇറ്റാലിയൻ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ കണ്ടുപിടുത്തമാണ് ഇത് പുതിയ ലോകം എന്ന് പിന്നീട് വിശേഷിപ്പിക്കപ്പെട്ട ഈ ഭൂപ്രദേശം നമ്മുടെ അമേരിക്ക എന്നറിയപ്പെട്ടു. അങ്ങനെയാണ് അമേരിക്ക കണ്ടെത്തിയത്. ആരാ? ക്രിസ്റ്റഫർ കൊളംബസ്. പ്രിൻസ് ഹെൻറി പോർച്ചുഗീസ് രാജകുമാരനും
പര്യവേക്ഷകനുമായ ഹെൻറി സമുദ്രയാത്രകളെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ പോർച്ചുഗീസ് രാജകുമാരനായിരുന്നു ആര്? ഹെൻറി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇദ്ദേഹം സമുദ്രയാത്രകളെ പ്രോത്സാഹിപ്പിക്കുകയും ഒപ്പം ഇദ്ദേഹം ഒരു പര്യവേക്ഷകനും ആയിരുന്നു. 1419 പോർച്ചുഗലിലെ സാഗ്രസിൽ ആദ്യത്തെ നാവിഗേഷൻ സ്കൂൾ അദ്ദേഹം സ്ഥാപിച്ചു. അപ്പോൾ 1419 ആദ്യത്തെ നാവിഗേഷൻ സ്കൂള് സ്ഥാപിച്ചത് ആരാണ്? അത് നമ്മുടെ പ്രിൻസ് ഹെൻറിയാണ്. എവിടെയാണ് അദ്ദേഹം ഇത് സ്ഥാപിച്ചത്? പോർച്ചുഗലിലെ സാഗ്രസിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഈ ഒരു നാവിഗേഷൻ സ്കൂൾ സ്ഥാപിച്ചത്. സമുദ്രയാത്രകൾ, ഭൂപട നിർമ്മാണം എന്നീ മേഖലകളിൽ നാവികർക്ക് പരിശീലനം നൽകുക എന്നതായിരുന്നു ഈ സ്കൂളിൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? സമുദ്രയാത്രകൾ അതുപോലെ ഭൂപട നിർമ്മാണം എന്നീ മേഖലകളിൽ നാവികർക്ക് എന്ത് ചെയ്യുക? പരിശീലനം നൽകുക എന്നതാണ് ഈ സ്കൂളിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അറ്റ്ലാന്റിക് ദ്വീപുകളുടെ കണ്ടെത്തലുകൾക്കും ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തെ പര്യവേക്ഷണങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകി. അപ്പോൾ ഏതൊക്കെയാണ്? അറ്റ്ലാന്റിക് ദ്വീപുകളുടെ കണ്ടുപിടുത്തങ്ങൾ, അതിനും അതുപോലെ തന്നെ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തെ പര്യവേക്ഷണങ്ങൾക്കും നേതൃത്വം നൽകിയത് ആരാണ്? പ്രിൻസ് ഹെൻറിയാണ്. ഇനി നമ്മൾ പറയുന്നത് അമേരിക്ക എന്ന പേര് വന്നതെങ്ങനെ? ബർത്തലോമിയ ഡയസിന് ശേഷം ഏഷ്യയിലേക്കുള്ള സമുദ്രപാത കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആരാ? ബർത്തലോമിയ ഡയസിൻ്റെ കാര്യം പറഞ്ഞു. അതിനുശേഷം ഏഷ്യയിലേക്കുള്ള സമുദ്രപാത കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് ആരാ? നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസ് ആയിരുന്നു. 1492 അദ്ദേഹം വടക്കേ അമേരിക്കയുടെ സമീപത്തുള്ള ബഹാമസ് ദ്വീപുകളിൽ എത്തിച്ചേർന്നു. അപ്പോൾ ക്രിസ്റ്റഫർ കൊളംബസ് 1492 എത്തിയ സ്ഥലം ഏതാണ്? വടക്കേ അമേരിക്കയുടെ സമീപത്തുള്ള ബഹാമസ് ദ്വീപിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. താൻ കണ്ടെത്തിയ പ്രദേശം ഇന്ത്യയാണെന്ന് അദ്ദേഹം കരുതി. പിന്നീട് മറ്റൊരു ഇറ്റാലിയൻ സഞ്ചാരിയായ അമരിഗോ വെസ്പുജിയാണ് എന്ത് ചെയ്തത്? ഇതൊരു പുതിയ ഭൂഖണ്ഡമാണെന്ന് തിരിച്ചറിഞ്ഞത്. അപ്പോൾ നമ്മുടെ ആരാണ്? നമ്മുടെ കൊളംബസ് കണ്ടെത്തിയത് ഇന്ത്യ അല്ല എന്നും അത് മറ്റൊരു ഭൂഖണ്ഡമാണെന്നും തിരിച്ചറിഞ്ഞത് ആരാണ്? അമേരിഗോ വെസ്പുജി എന്ന് പറയുന്ന ആളാണ്. അതുകൊണ്ടാണ് ഈ പ്രദേശത്തെ അദ്ദേഹം എന്ത് ചെയ്തു? പുതിയ ലോകമെന്ന് വിളിച്ചു. ഈ അമേരിഗോ വെസ്പുജി ആ പ്രദേശം കണ്ടെത്തുകയും അതിനെ ഒരു പുതിയ ലോകം, ഒരു ന്യൂ വേൾഡ് എന്ന് വിശേഷിപ്പിച്ചു. ആരാണ്? അമേരിഗോ വെസ്പുജി. 1507 ജർമ്മൻ ഭൂപട നിർമ്മാതാവായ മാർട്ടിൻ വാൾട്സി മുള്ളർ, അപ്പോൾ എന്നാണ് 1507 ആയപ്പോഴേക്കും ജർമ്മനിയിലെ ഒരു ഭൂപട നിർമ്മാതാവായ മാർട്ടിൻ വാൾട്സി മുള്ളർ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അമേരിഗോ വെസ്പുജിയുടെ പേരുമായി ബന്ധപ്പെടുത്തി ഈ പ്രദേശങ്ങൾക്ക് അമേരിക്ക എന്ന പേര് നൽകി. അപ്പോൾ നമ്മുടെ ബഹാമസ് ദ്വീപിൽ വെച്ചിട്ട് നമ്മുടെ ആരാ കണ്ടെത്തിയ? അമേരിഗോ വെസ്പുജി കണ്ടെത്തിയ പുതിയ ലോകമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ആ ഒരു ഭൂഖണ്ഡത്തിന് 1507 ജർമ്മൻ ഭൂപട നിർമ്മാതാവായ മാർട്ടിൻ വാൾട്സി മുള്ളർ എന്ത് ചെയ്തു? അദ്ദേഹം അമേരിഗോ വെസ്പുജിയുടെ പേരുമായി ബന്ധപ്പെടുത്തി നൽകിയ പേരാണ് അമേരിക്ക. അപ്പോൾ അമേരിക്ക എന്ന പേര് നൽകിയതാരെന്ന് ചോദിച്ചാൽ മാർട്ടിൻ വാൾട്സി മുള്ളറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അമേരിക്ക ഉണ്ടായ കഥ എന്ന് പറയുന്നത്. ഇനി ഇക്കാലത്ത് മറ്റ് പ്രധാന ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾ ചുവടെ നൽകുന്നു. അപ്പോൾ ഈ ഒരു 15-ാം നൂറ്റാണ്ടിൽ ഒരുപാട് ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതും അവരുടെ വ്യക്തികളുമാണ് തന്നിട്ടുള്ളത്. വ്യക്തികൾ ഒന്ന് പെട്രോ അൽവാരസ് കബ്രാള്. ഇനി പര്യവേഷണങ്ങൾ എവിടെയാണ് അദ്ദേഹം പര്യവേഷണം നടത്തിയത്? ബ്രസീലിലാണ് പെട്രോ അൽവാരസ് കബ്രാള്, ബ്രസീൽ. ഇനി ഫെർഡിനാൻഡ് മഗലൻ എവിടെയാ? ആദ്യമായി സമുദ്രത്തിലൂടെ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച ആളാണ്.
ഫെർഡിനാൻഡ് മെഗല്ലൻ എന്ന് പറയുന്നത്. ജോൺ കബോട്ടിൻ്റെ പര്യവേക്ഷണം ന്യൂ ഫൗണ്ട് ലാൻഡ് കണ്ടെത്തലിൽ അവസാനിച്ചു. അപ്പോൾ പെഡ്രോ അൽവാരസ് കബ്രാൾ എന്ത് ചെയ്തു? ബ്രസീൽ കണ്ടെത്തിയ പര്യവേഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ പര്യവേഷണമാണ് ബ്രസീൽ. ഫെർഡിനാൻഡ് മെഗല്ലൻ എന്ത് ചെയ്തു? ആദ്യമായി സമുദ്രത്തിലൂടെ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചു. ജോൺ കബോട്ട് എന്താണ്? ന്യൂ ഫൗണ്ട് ലാൻഡ് പര്യവേഷണം നടത്തി കണ്ടെത്തി. ഇനി ICTയുടെ സഹായത്തോടെ ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങളുമായി ബന്ധപ്പെട്ട പട്ടിക വിപുലപ്പെടുത്തുന്ന കുട്ടികൾക്കുള്ള വർക്കാണ്. ഇനി ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾ സുപ്രധാനമായ നിരവധി അനന്തരഫലങ്ങൾ സൃഷ്ടിച്ചു. അവ എന്തെല്ലാമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾ ഒരുപാട് ഫലങ്ങളുണ്ടായിരുന്നു. അതിലെന്തൊക്കെയാണ്? ഒന്നാമത്തേത്, അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നീ വൻകരകളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാന പാതയായി അറ്റ്ലാന്റിക് തീരം മാറി. അപ്പോൾ അറ്റ്ലാന്റിക് തീരത്തിലൂടെ എങ്ങോട്ടൊക്കെ പോകാം? അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നീ വൻകരകളിലേക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഫലം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലമായി മെഡിറ്ററേനിയൻ വാണിജ്യം തകരുകയും അറ്റ്ലാന്റിക് തീരത്തെ വാണിജ്യം വളരുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഏഷ്യ, ആഫ്രിക്ക എന്നീ വൻകരകളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാന പാതയായിട്ട് ഈ അറ്റ്ലാന്റിക് സമുദ്ര തീരം മാറിയതോടുകൂടി എന്ത് ചെയ്തു? മെഡിറ്ററേനിയൻ വാണിജ്യം തകരുകയും അറ്റ്ലാന്റിക് തീരത്തെ വാണിജ്യം വളരുകയും ചെയ്തു. ഇതിൻ്റെ ഒന്നാമത്തെ ഫലമാണ്. ഇനി അടുത്തെന്താണ്? അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിലെ പല പ്രദേശങ്ങളും യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ കീഴിലായി. അപ്പോൾ അമേരിക്ക, അതുപോലെ ആഫ്രിക്ക, ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിലെ പല പ്രദേശങ്ങളും ആരുടെ അധീനതയിലായി? യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ കീഴിലായി. അത് മറ്റൊരു ഫലം. ഇനി ഏഷ്യയിലെ കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാരം യൂറോപ്യൻ കുത്തകയാക്കി മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചു. അപ്പോൾ ഏഷ്യയിലെ കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാരം ആരുടെ കുത്തകയാക്കി മാറ്റാൻ? യൂറോപ്യൻ കുത്തകയാക്കി മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചു. അത് മറ്റൊരു ഫലം. ഇനി എന്താ? തെക്കേ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ സ്വർണവും വെള്ളിയും യൂറോപ്പിലേക്ക് എത്തി. അപ്പോൾ തെക്കേ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ സ്വർണവും വെള്ളിയും യൂറോപ്പിലേക്ക് എത്തി. അവയുടെ ഒരു ഭാഗം എവിടെയും എത്തി? ഇന്ത്യയിലേക്കും എത്തി. അപ്പോൾ ഇന്ത്യയിൽ എന്താണ്? യൂറോപ്പിലെത്തുന്ന സാധനങ്ങളുടെ ഒരു ഭാഗം ഇന്ത്യയിലെത്തുന്നു. എങ്ങനെയാണ്? ഇന്ത്യയിൽ കച്ചവടം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. യൂറോപ്പും ആഫ്രിക്കയും അമേരിക്കയും ഉൾപ്പെട്ട ത്രികോണ വ്യാപാരത്തിൻ്റെ വികാസം. ഇപ്പോൾ യൂറോപ്പും ആഫ്രിക്കയും അമേരിക്കയും തമ്മിൽ ഒരു ത്രികോണ വ്യാപാരം വികസിച്ചു വന്നു. അപ്പോൾ യൂറോപ്പും ആഫ്രിക്കയും അമേരിക്കയുമാണ് ആ സമയത്ത് പ്രഗത്ഭരായ വ്യാപാര കേന്ദ്രങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ എന്ത് ചെയ്തു? ത്രികോണ വ്യാപാരത്തിൻ്റെ വികാസം ഉണ്ടായി. സ്വർണം, വെള്ളി എന്നിവ വർദ്ധിച്ച അളവിൽ യൂറോപ്പിലെത്തിയതോടെ നാണയ ഉപയോഗത്തിൻ്റെ തോത് വർദ്ധിച്ചു. അപ്പോൾ സ്വർണം, വെള്ളി എന്നിവ എന്ത് ചെയ്തു? തെക്കേ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ എവിടെ എത്തി? യൂറോപ്പിലെത്തിയതോടുകൂടി നാണയ ഉപയോഗത്തിൻ്റെ തോത് വർദ്ധിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഭൂമിശാസ്ത്ര പര്യവേഷണത്തിൻ്റെ ഫലമായിട്ട് പ്രധാനപ്പെട്ട ഫലങ്ങളെന്ന് നമുക്ക് പറയാം. ഇനി ക്രമേണ പോർച്ചുഗൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ വ്യാപാരാധിപത്യം തകരുകയും നെതർലാൻഡ്സ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ആ സ്ഥാനം കൈയടക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ്? പോർച്ചുഗലും സ്പെയിനുമാണ് ഈ നാവിക പര്യവേഷണത്തിനൊക്കെ തുടക്കം കുറിച്ചത്. അപ്പോൾ ഇവരുടെ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, കുരുമുളകിൻ്റെ വ്യാപാരത്തിന് വേണ്ടിയിട്ടാണ് ഇവർ പ്രധാനമായിട്ടും ഒക്കെ ഈ ഒരു പര്യവേഷണം ആരംഭിച്ചത്. പക്ഷേ ക്രമേണ എന്ത് ചെയ്തു? പോർച്ചുഗലിൻ്റെയും സ്പെയിനിൻ്റെയും ഒക്കെ വ്യാപാരാധിപത്യം തകരുകയും ആ സ്ഥാനത്ത് ആരൊക്കെ വന്നു? നെതർലാൻഡ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ആ സ്ഥാനം കൈയടക്കുകയും ചെയ്തു. അപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരത്തിൽ എന്ത് സംഭവിച്ചു? നമ്മുടെ നെതർലാൻഡ്സിനെ പിന്തള്ളി ഇംഗ്ലണ്ടും ഫ്രാൻസും ഏഷ്യയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും കോളനികൾ സ്ഥാപിച്ചു. അപ്പോൾ നെതർലാൻഡിനെ പിന്തള്ളിയിട്ട് ആരൊക്കെയായി? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഏഷ്യ. ഇംഗ്ലണ്ടും ഫ്രാൻസും എവിടെയൊക്കെയാണ്? ഏഷ്യയിലും ആഫ്രിക്കയിലും എന്ത് ചെയ്തു? അമേരിക്കയിലും കോളനികൾ സ്ഥാപിച്ചു. അപ്പോൾ ഫ്രാൻസും ഇംഗ്ലണ്ടുമാണ് ആ സമയത്തെ പ്രഗത്ഭരായ ശക്തികളെന്ന് പറയുന്നത്. ഇവർ ഏഷ്യയിലും ആഫ്രിക്കയിലും അമേരിക്കയിലുമൊക്കെ അവരുടെ കോളനികൾ അങ്ങ് സ്ഥാപിച്ചു.
സ്പെയിൻ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന അമേരിക്കൻ പ്രദേശങ്ങളാണ് പിന്നീട് ലാറ്റിൻ അമേരിക്ക എന്നറിയപ്പെട്ടത്. അപ്പോൾ ആരുടെയൊക്കെയാ? സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും അധീനതയിലുണ്ടായിരുന്ന അമേരിക്കൻ പ്രദേശങ്ങൾ പിന്നീട് എന്ത് പേരിൽ അറിയപ്പെട്ടു? ലാറ്റിൻ അമേരിക്ക എന്ന് അറിയപ്പെട്ടു. അപ്പോൾ ലാറ്റിൻ അമേരിക്ക എന്നറിയപ്പെട്ട പ്രദേശങ്ങൾ ആരുടെ കൈവശം ഉണ്ടായിരുന്നതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം സ്പെയിൻ, പോർച്ചുഗൽ എന്നിവരുടെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളാണ് ലാറ്റിൻ അമേരിക്ക എന്നറിയപ്പെട്ടത്. കോളനി വൽക്കരണത്തിലൂടെ സാമ്പത്തിക നേട്ടം കൊയ്യുവാനുള്ള ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ കിടമത്സരത്തിനാണ് പിൽക്കാല ലോകം സാക്ഷ്യം വഹിച്ചത്. അപ്പോൾ ഈ ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്താ ഇവർ ചെയ്തത്? കോളനിവൽക്കരണത്തിലൂടെ എന്ത് ചെയ്യുക? സാമ്പത്തിക നേട്ടം കൊയ്യുവാനുള്ള ഈ ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും ഒക്കെ കിടമത്സരത്തിനാണ് ഈ ലോകം എന്ത് ചെയ്തത്? പിന്നീട് സാക്ഷ്യം വഹിച്ചത്. ഇനി ഇവിടെ ജസ്റ്റ് നമ്മളിവിടെ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ത്രികോണ വ്യാപാരം. എന്താണ് ത്രികോണ വ്യാപാരം എന്ന് നമുക്ക് നോക്കാം. അറ്റ്ലാന്റിക് ത്രികോണ വ്യാപാരത്തിൽ യൂറോപ്പിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ആഫ്രിക്കയിലെത്തിച്ച് വിറ്റഴിച്ചു. അപ്പോൾ ഈ അറ്റ്ലാന്റിക് ത്രികോണ വ്യാപാരത്തിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ യൂറോപ്പിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എവിടെ എത്തിച്ചു? ആഫ്രിക്കയിലെത്തിച്ച് വിറ്റഴിച്ചു. അവിടെ നിന്ന് അടിമകളെ വാങ്ങി അമേരിക്കയിൽ കൊണ്ടുപോയി വിൽക്കുകയും അമേരിക്കയിൽ നിന്ന് പഞ്ചസാരയും വീഞ്ഞും പരുത്തിയും യൂറോപ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ആദ്യം അറ്റ്ലാന്റിക് ത്രികോണ വ്യാപാരത്തിൻ്റെ ഫലമായി യൂറോപ്പിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എവിടെ കൊണ്ടുവന്നു? ആഫ്രിക്കയിലെത്തിച്ച് അവിടെ വിറ്റഴിച്ചു. അവിടെ നിന്ന് എന്ത് ചെയ്തു? അടിമകളെ വാങ്ങിയിട്ട് അമേരിക്കയിൽ കൊണ്ടുപോയി വിൽക്കുകയും അമേരിക്കയിൽ നിന്ന് പഞ്ചസാരയും വീഞ്ഞും പരുത്തിയും യൂറോപ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇങ്ങനെ 3 ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് യൂറോപ്യർ നടത്തിയ വ്യാപാരമാണ് ത്രികോണ വ്യാപാരം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ത്രികോണ വ്യാപാരം എന്ന് പറയുന്നത്? അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നീ 3 ഭൂഖണ്ഡങ്ങളെ ചേർത്തുകൊണ്ട് നടത്തിയ ആ ഒരു വ്യാപാരമാണ് ത്രികോണ വ്യാപാരം. ഇനി വിവിധ ഭൂഖണ്ഡങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ സ്ഥാപിച്ച കോളനികളെ മുകളിൽ നൽകിയിരിക്കുന്ന ഭൂപടത്തിൽ നിന്നും കണ്ടെത്തുക. അവ തിരിച്ചറിഞ്ഞ് താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ രേഖപ്പെടുത്തുകയും അറ്റ്ലസിൻ്റെ സഹായത്തോടെ കൂടുതൽ കോളനികൾ കണ്ടെത്തി പട്ടിക വിപുലപ്പെടുത്തുകയും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ രാജ്യങ്ങളും സ്ഥാപിച്ച കോളനികൾ ഏതൊക്കെയാണ്? ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിൽ ഈ ഓരോ രാജ്യങ്ങളും സ്ഥാപിച്ച കോളനികൾ ഇവിടെ ഭൂപടത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ പോർച്ചുഗൽ രാജ്യങ്ങൾ തന്നിട്ടുണ്ട്. പോർച്ചുഗലിന് ഏതെല്ലാം ഭൂഖണ്ഡങ്ങളിലാണ് കോളനികൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് ആ മാപ്പ് നോക്കിയിട്ട് പറയാം. അപ്പോൾ പോർച്ചുഗൽ ഇവിടെ ഏതാണ്? ഇവിടെ ഒരു ലൈറ്റ് പച്ച കളറിൽ കൊടുത്തിട്ടുണ്ട്. പോർച്ചുഗലിൻ്റെ കോളനികളിലുള്ളത് തെക്കേ അമേരിക്ക ഉണ്ടായിരുന്നു. അതുപോലെ പിന്നെ ഏതുകൊണ്ട്? ആഫ്രിക്കയുമുണ്ട്. അപ്പോൾ തെക്കേ അമേരിക്ക, ആഫ്രിക്ക ഇവ രണ്ടുമാണ് ആരുടെ കോളനിയിലുണ്ടായിരുന്നത്? പോർച്ചുഗലിൻ്റെ കോളനിയിൽ ഉൾപ്പെട്ടിരുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് സ്പെയിനിൻ്റെ കോളനികളാണ് കേട്ടോ. സ്പെയിനിൻ്റെ കോളനികൾ. സ്പെയിൻ ഇവിടെ ഒരു റെഡ് കളറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സ്പെയിനിൻ്റെ കോളനികൾ ഉള്ളത് എവിടെയൊക്കെയാണ്? തെക്കേ അമേരിക്ക, അതുപോലെ വടക്കേ അമേരിക്ക. തെക്കേ അമേരിക്കയിലും വടക്കേ അമേരിക്കയിലും ആർക്ക് കോളനികൾ ഉണ്ടായിരുന്നു? സ്പെയിനിന് കോളനികൾ ഉണ്ടായിരുന്നു. അടുത്ത് നമ്മൾ പറയുന്നത് ആരുടെ കോളനിയാണ്? നെതർലാൻഡിൻ്റെ കോളനികളാണ്. നെതർലാൻഡിന് കോളനികൾ ഉണ്ടായിരുന്നത് എവിടെയൊക്കെയാണ്? ഇവിടെ നെതർലാൻഡ് ഒരു ബ്ലൂ കളറിലാണ് തന്നിരിക്കുന്നത്. നെതർലാൻഡിൻ്റെ കോളനികൾ വന്നിട്ട് ആഫ്രിക്കയിൽ നെതർലാൻഡിന് കോളനി ഉണ്ടായിരുന്നത്. ഇവിടെ ആഫ്രിക്കയിൽ നെതർലാൻഡിന് കോളനി ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ ഏഷ്യയിലും ആർക്കാ? നെതർലാൻഡിന് കോളനി ഉണ്ടായിരുന്നു. ആഫ്രിക്കയിലുണ്ടായിരുന്നു. അതുപോലെ നെതർലാൻഡിന് ഈ ബ്ലൂ കളറല്ലേ? യൂറോപ്പിലാണ് കേട്ടോ, യൂറോപ്പിലാണ്. അപ്പോൾ ആഫ്രിക്കയിലും യൂറോപ്പിലുമാണ് നെതർലാൻഡിന് കോളനികൾ ഉണ്ടായിരുന്നത്.
ഇല്ല, അത് സമുദ്രമാണ് കേട്ടോ. യൂറോപ്പിൽ, ഇവിടെ ആഫ്രിക്കയിൽ മാത്രമേ നെതർലാൻഡിന് കോളനികൾ ഉണ്ടായിരുന്നുള്ളൂ, ആഫ്രിക്കയിൽ മാത്രം. പിന്നെ തെക്കേ അമേരിക്കയിൽ ഉണ്ടായിരുന്നു. ഈ ഒരു ബ്ലൂ ഇവിടെയും ഉണ്ട്. തെക്കേ അമേരിക്കയിലും ആഫ്രിക്കയിലുമാണ് ആർക്കുണ്ടായിരുന്നത്? നെതർലാൻഡിന് കോളനികൾ ഉണ്ടായിരുന്നത്. തെക്കേ അമേരിക്ക അതുപോലെ ആഫ്രിക്ക, ആ രണ്ട് സ്ഥലത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഈ രണ്ട് സ്ഥലത്തും അടുത്ത് വന്നിട്ട് നെതർലാൻഡിനെ എനിക്കൊന്ന് ഇവിടെ നെതർലാൻഡിന് ഏഷ്യയിൽ കൂടി ഇത് നെതർലാൻഡിൻ്റെതാണ് കേട്ടോ. ഏഷ്യയിൽ കൂടി എന്തുണ്ടായിരുന്നു? കോളനികൾ ഉണ്ടായിരുന്നു നെതർലാൻഡിന്. ഇത് നെതർലാൻഡിൽ വരുന്നതാണ്. നെതർലാൻഡിന് ഏഷ്യയിൽ കൂടി കോളനികൾ ഉണ്ടായിരുന്നു. അടുത്ത് നമ്മൾ പറയുന്നത് ആരുടെ കോളനികളാണ്? അടുത്ത് ഫ്രാൻസിൻ്റെ കോളനികളാണ്. ഫ്രാൻസിൻ്റെ കോളനികൾ വന്നിട്ട് വരുന്നത് എവിടെയാണ്? ആഫ്രിക്കയിലുണ്ട്. ആഫ്രിക്കയിൽ ഫ്രാൻസിന് കോളനികളുണ്ട് കേട്ടോ. ഫ്രാൻസിന് ആഫ്രിക്കയിൽ കോളനികളുണ്ട്. പിന്നെ ഫ്രാൻസിന് വേറെ പ്രത്യേകിച്ച് കോളനികൾ ഇല്ല. അടുത്ത് നമ്മൾ പറയുന്നത് ഫ്രാൻസിൻ്റെ കോളനി നമ്മൾ പറഞ്ഞു. അടുത്ത് ആർക്കാ? ഇംഗ്ലണ്ടിൻ്റെ കോളനികൾ എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇംഗ്ലണ്ടിൻ്റെ കോളനികൾ ഉണ്ടായിരുന്നത് എവിടെയൊക്കെയാണ്? ഒരു ബ്ലൂ കളർ തന്നിരിക്കുന്നത് തെക്കേ അമേരിക്കയിൽ ഇംഗ്ലണ്ട് കോളനി സ്ഥാപിച്ചിരുന്നത്. ഇത് ബ്ലൂ കളർ തെക്കേ അമേരിക്കയിൽ ഉണ്ടായിരുന്നു, ആഫ്രിക്കയിലുണ്ടായിരുന്നു, അതുപോലെ എവിടെയും ഉണ്ടായിരുന്നു? ഏഷ്യയിലും. നമ്മുടെ ഏഷ്യയിൽ 3 സ്ഥലത്ത് മാർക്ക് കോളനികൾ ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടിന് കോളനികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒന്നുകൂടി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക. അടുത്ത് നമ്മൾ പറയുന്നത് മെർക്കൻറ്റലിസത്തെക്കുറിച്ചാണ്. എന്താണ് മെർക്കൻറ്റലിസം എന്ന് നമുക്ക് നോക്കാം. 1499 ഇന്ത്യയിൽ നിന്ന് മടങ്ങിയെത്തിയ വാസ്കോഡ ഗാമയ്ക്ക് മാനുവൽ രാജാവും രാജസഭയും മികച്ച സ്വീകരണം നൽകുന്ന വേളയിൽ രാജസഭയിലെ ഒരു അംഗമായ വിമിയോസോ പ്രഭു വാസ്കോഡ ഗാമയോട് ചോദിച്ചു, ഇന്ത്യയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചരക്കുകൾ ലഭിക്കും? പകരം ഇന്ത്യക്കാർക്ക് എന്താണ് വേണ്ടത്? കുരുമുളക്, കറുവപ്പട്ട, ഇഞ്ചി, കുന്തിരിക്കം, കസ്തൂരി എന്നിവ ഇന്ത്യയിൽ നിന്ന് ലഭിക്കുമെന്നും സ്വർണം, വെള്ളി, വെൽവറ്റ്, സ്കാർലറ്റ് തുണി എന്നിവയാണ് പകരം ഇന്ത്യക്കാർക്ക് വേണ്ടതെന്നും വാസ്കോഡ ഗാമ മറുപടി പറഞ്ഞു. തുടർന്ന് പ്രഭു ഇങ്ങനെ പ്രതികരിച്ചു, അങ്ങനെയെങ്കിൽ അവർ നമ്മളെയാണ് കണ്ടുപിടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ വാസ്കോഡ ഗാമ 1499 ഇന്ത്യയിൽ നിന്ന് എവിടോട്ട് മടങ്ങിയെത്തി? വാസ്കോഡ ഗാമ തിരിച്ച് പോർച്ചുഗലിലെത്തിയപ്പോൾ നമ്മുടെ മാനുവൽ രാജാവ് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? സ്വീകരണമൊക്കെ നൽകി. ഈ സമയത്ത് രാജസഭയിലെ ഒരു അംഗമായ ആരാണ്? വിമിയോസോ പ്രഭു വാസ്കോഡ ഗാമയോട് ചോദിച്ചു, ഇന്ത്യയിൽ നിന്ന് എന്തൊക്കെ ചരക്കുകൾ നമുക്ക് ലഭിക്കുമെന്ന് ചോദിച്ചു. പകരം നമ്മൾ ഇന്ത്യക്കാർക്ക് എന്ത് നൽകണമെന്ന് ചോദിച്ചപ്പോൾ വാസ്കോഡ ഗാമ എന്തൊക്കെ പറഞ്ഞു? കുരുമുളക്, കറുവപ്പട്ട, ഇഞ്ചി, കുന്തിരിക്കം, കസ്തൂരി എന്നിവ ഇന്ത്യയിൽ നിന്ന് ലഭിക്കും. പകരം നമുക്ക് എന്തൊക്കെ നൽകണം? നമ്മൾ എന്തൊക്കെ അങ്ങോട്ട് കൊടുക്കണം? സ്വർണം, വെള്ളി, വെൽവറ്റ്, സ്കാർലറ്റ് തുണി എന്നിവയാണ് പകരം ഇന്ത്യക്കാർക്ക് വേണ്ടതെന്ന് ആര് പറഞ്ഞു? വാസ്കോഡ ഗാമ മറുപടി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ വിമിയോസോ പ്രഭു എന്താ പറഞ്ഞത്? അപ്പോൾ അങ്ങനെയെങ്കിൽ അവർ നമ്മളെയാണ് കണ്ടുപിടിച്ചത്, ഇത് ആരുടെ വാക്കുകളാണ് എന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ അവർ നമ്മളെയാണ് കണ്ടുപിടിച്ചത്. ഇതൊക്കെ കൊട്ടേഷൻ തന്നിട്ട് ഇത് ഇങ്ങനെ പ്രത്യേകിച്ചുള്ള കോട്ടായിട്ടൊക്കെ ചോദിക്കാം. അങ്ങനെയെങ്കിൽ അവർ നമ്മളെയാണ് കണ്ടുപിടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ആരുടെ വാക്കുകൾ? ആരുടെയാ? വിമിയോസോ പ്രഭുവിൻ്റെ വാക്കുകളാണ്. ഇനി നമ്മൾ വാസ്കോഡ ഗാമയും വിമിയോസോ പ്രഭുവും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചുവല്ലോ. എന്തുകൊണ്ടായിരിക്കാം പ്രഭു ഇങ്ങനെ പറഞ്ഞത്? നമുക്ക് നോക്കാം. അപ്പോൾ അക്കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നയം സ്വർണവും വെള്ളിയും നേടുക എന്നതായിരുന്നു. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നയം എന്താണ്? സ്വർണവും വെള്ളിയും നേടുക. സ്വർണവും വെള്ളിയും ഇന്ത്യക്കാർക്ക് നൽകേണ്ടി വരുമെന്ന് വാസ്കോഡ ഗാമയിൽ നിന്ന് അറിഞ്ഞപ്പോഴാണ് പ്രഭു ഇത്തരത്തിൽ പ്രതികരിച്ചത്. അപ്പോൾ യൂറോപ്യന്മാരുടെ ലക്ഷ്യം എന്താണ്? തെക്കേ അമേരിക്കയിലൊക്കെ പോയി അവർ ഇഷ്ടം പോലെ സ്വർണവും വെള്ളിയും ഒക്കെ
ഒക്കെ ശേഖരിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്ത്യക്കാർക്ക് നൽകണമെന്ന് പറഞ്ഞപ്പോഴാണ് ആര് ബിമിയോസോ പ്രഭു ഇങ്ങനെ പ്രതികരിച്ചത്. വ്യാപാരത്തിലൂടെ സ്വർണവും വെള്ളിയും നേടുക എന്നതിന് പ്രാധാന്യം നൽകുന്ന അക്കാലത്തെ സാമ്പത്തിക നയമാണ് മെർക്കന്റലിസം എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് മെർക്കന്റലിസം എന്ന് മനസ്സിലായോ? മെർക്കന്റലിസം എന്ന് പറഞ്ഞാൽ വ്യാപാരത്തിലൂടെ സ്വർണവും വെള്ളിയും നേടുക എന്നതിന് പ്രാധാന്യം നൽകുന്ന അക്കാലത്തെ സാമ്പത്തിക നയത്തിന് പറയുന്ന പേരാണ് മെർക്കന്റലിസം. ഈ നയപ്രകാരം ഒരു രാജ്യത്തിൻ്റെ കൈവശമുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ശേഖരമാണ് ആ രാജ്യത്തിൻ്റെ സമ്പത്തിനെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഈ മെർക്കന്റലിസം എന്ന നയപ്രകാരം എന്താണ്? മെർക്കന്റലിസം എന്ന നയപ്രകാരം ഒരു രാജ്യത്തിൻ്റെ കൈവശമുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ശേഖരമാണ് ആ രാജ്യത്തിൻ്റെ സമ്പത്തിനെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സമ്പത്തിനെ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? ആ രാജ്യത്ത് എത്ര ഉള്ള സ്വർണത്തിൻ്റെ അളവ് എത്ര, വെള്ളിയുടെ അളവ് എത്ര എന്നതിലൂടെ നിന്നാണ് അവിടുത്തെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുന്നത്. ഈ നയം പിന്തുടർന്ന രാജ്യങ്ങൾ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും രൂപത്തിൽ സമ്പത്ത് ശേഖരിക്കാൻ ഉത്സാഹിച്ചു. തങ്ങളുടെ രാജ്യത്തേക്കുള്ള ഇറക്കുമതി കുറയ്ക്കാനും കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തങ്ങളുടെ കൈവശമുള്ള സമ്പത്ത് സ്വർണവും വെള്ളിയും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പരമാവധി സമ്പത്ത് ആർജിക്കാനും കഴിയുമെന്നതാണ് മെർക്കന്റലിസ്റ്റ് നയത്തിൻ്റെ സവിശേഷത. അപ്പോൾ മെർക്കന്റലിസ്റ്റ് നയം എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ. തങ്ങളുടെ കൈവശമുള്ള സ്വർണം, വെള്ളി എന്നിവ പോകാതെ സംരക്ഷിക്കുക, മറിച്ച് എന്താണ്, ഇറക്കുമതി കുറയ്ക്കുക, ഇറക്കുമതി കുറച്ചിട്ട് കയറ്റുമതി വർദ്ധിപ്പിക്കുക. ഇതാണ് എന്ത് എന്ന് പറയുന്നത് മെർക്കന്റലിസ്റ്റ് നയം എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ ബുള്ളിയൻ നാണയം. ഇനി നമ്മൾ പറയുന്നത് ബുള്ളിയൻ നാണയത്തെക്കുറിച്ചാണ്. സമ്പത്ത് എന്ന നിലയ്ക്ക് ശേഖരിച്ച സ്വർണം, വെള്ളി എന്നീ വിലപിടിപ്പുള്ള ലോഹങ്ങൾ ബുള്ളിയൻ എന്ന് വിളിക്കപ്പെട്ടു. അപ്പോൾ എന്താ ബുള്ളിയൻ എന്ന് പറയുന്ന? ബുള്ളിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. ബുള്ളിയൻ എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്ന നിലയ്ക്ക് ശേഖരിച്ച സ്വർണം, വെള്ളി എന്നീ വിലപിടിപ്പുള്ള ലോഹങ്ങളാണ് ബുള്ളിയൻ എന്ന് വിളിക്കപ്പെട്ടത്. ബുള്ളിയൻ നാണയത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളുടെ അളവും അതിൻ്റെ മൂല്യവുമാണ് വിനിമയത്തിന് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു സാധനം കൈമാറ്റം ചെയ്യുമ്പോൾ അവിടെ വിനിമയമായിട്ട് നടക്കുന്നത് എങ്ങനെയാണ്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ബുള്ളിയൻ നാണയത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളുടെ അളവും അതിൻ്റെ മൂല്യവുമാണ് വിനിമയത്തിന് പരിഗണിക്കുന്നത്. ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വർണ്ണ നാണയത്തിലെ സ്വർണത്തിൻ്റെ മൂല്യം അതിൻ്റെ വിനിമയ മൂല്യമായി പരിഗണിക്കുന്നതാണ് ബുള്ളിയൻ സമ്പ്രദായം. അപ്പോൾ അതാണ് ബുള്ളിയൻ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇനി കൊളോണിയൽ നയങ്ങളുണ്ട്. എന്താണ് കൊളോണിയൽ നയങ്ങളെന്ന് പറഞ്ഞാൽ? കോളനികളിൽ നിന്ന് പരമാവധി സമ്പത്ത് തങ്ങളുടെ രാജ്യങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അതീശ രാജ്യങ്ങൾ നടപ്പിലാക്കുന്ന നയങ്ങളെയും അതുപോലെ തന്ത്രങ്ങളെയുമാണ് കൊളോണിയൽ നയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കൊളോണിയൽ നയങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ കഴിയും? കൊളോണിയൽ നയങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ അതീശത്തെ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു? കോളനികളിൽ നിന്ന് പരമാവധി സമ്പത്ത് തങ്ങളുടെ രാജ്യങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന നയങ്ങളെയാണ്, അല്ലെങ്കിൽ അവരുടെ തന്ത്രങ്ങളെയാണ് കൊളോണിയൽ നയങ്ങൾ എന്ന് വിളിക്കുന്നത്. ഏഷ്യയിലെ സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാര കുത്തക അറബികളിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ കൊളോണിയൽ നയത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. അപ്പോൾ പോർച്ചുഗീസുകാരുടെ കൊളോണിയൽ നയത്തിൻ്റെ മുഖ്യ ലക്ഷ്യം എന്താണ്? പോർച്ചുഗീസുകാർ ഇവിടെ വരുന്നതിന് മുമ്പ് ആരായിരുന്നു ഇവിടെ വ്യാപാര കുത്തക ഉറപ്പിച്ചിരുന്നത്? അറബികളായിരുന്നു സുഗന്ധ ദ്രവ്യങ്ങളുടെയൊക്കെ വ്യാപാര കുത്തക നടത്തിയിരുന്നത്. അപ്പോൾ അറബികളിൽ നിന്ന് പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു? അവരുടെ കൊളോണിയൽ സമ്പത്തിൻ്റെ അവരുടെ എന്ത് ചെയ്യുക? വ്യാപാര കുത്തക പിടിച്ചെടുക്കുക. ഇതാണ് പോർച്ചുഗീസ് കൊളോണിയൽ നയത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. ഈ നയപ്രകാരം കോളനികളിലെ വ്യാപാരം പോർച്ചുഗീസ് രാജാവിൻ്റെ കുത്തകയായി മാറി. അപ്പോൾ ഈ നയം വന്നപ്പോൾ എന്ത് ചെയ്തു? കോളനികളിലെ വ്യാപാരം ആരുടെ കുത്തകയായി മാറി? നമ്മുടെ പോർച്ചുഗീസ് രാജാവിൻ്റെ കുത്തകയായി മാറി.
മറ്റ് യൂറോപ്യൻ ശക്തികളെ ഈ വ്യാപാരത്തിൽ നിന്ന് അകറ്റി നിർത്തുവാനും അവർ ശ്രമിച്ചു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ എന്ത് ചെയ്യുക, ഈ ഒരു നയത്തിൽ നിന്ന് മാറ്റി നിർത്താനും ആര് ശ്രമിച്ചു? യൂറോപ്യന്മാർ ശ്രമിച്ചു. ഇക്കാരണത്താൽ പോർച്ചുഗീസുകാരല്ലാത്ത യൂറോപ്യരെ പോർച്ചുഗീസ് കപ്പലുകളിൽ യാത്ര ചെയ്യാൻ അവർ അനുവദിച്ചിരുന്നില്ല. അപ്പോൾ പോർച്ചുഗീസുകാരല്ലാത്ത യാത്രക്കാരെ അവരുടെ കപ്പലിൽ യാത്ര ചെയ്യാൻ പോലും ആരനുവദിച്ചില്ല? പോർച്ചുഗീസുകാർ അനുവദിച്ചില്ല. അപ്പോൾ ഈ ഒരു നയമാണ് കൊളോണിയൽ നയമെന്ന് പറയുന്നത്. സ്പെയിനും തങ്ങളുടെ കോളനികളെ രാജാവിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാക്കി. അപ്പോൾ സ്പെയിനും ഇതുപോലെ തന്നെയായിരുന്നു, പോർച്ചുഗീസിനെ പോലെ തന്നെയാണ് സ്പെയിൻ്റെയും പെരുമാറ്റം. അവരും തങ്ങളുടെ കോളനികളെ എന്ത് ചെയ്തു? രാജാവിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാക്കി. അമേരിക്കയിൽ നിന്നുള്ള സ്വർണവും വെള്ളിയും സ്പെയിനിലേക്ക് പരമാവധി എത്തിക്കാൻ അവർ ശ്രമിച്ചു. ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ വഴിയാണ് വ്യാപാരം നടത്തിയിരുന്നത്. അപ്പോൾ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും എന്താ ചെയ്തത്? ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ സ്ഥാപിച്ചു. അതുവഴിയാണ് ഇവരെന്ത് ചെയ്തത്? വ്യാപാരം നടത്തിയിരുന്നത്. എന്നാൽ പോർച്ചുഗൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ കോളനികളുമായുള്ള വ്യാപാരം രാജാക്കന്മാർ നേരിട്ടാണ് നടത്തിയിരുന്നത്. അപ്പോൾ പോർച്ചുഗലും സ്പെയിനും ഓരോ രാജ്യത്തെയും രാജാക്കന്മാർ തമ്മിലാണ് എന്ത് ചെയ്തിരുന്നത്? വ്യാപാരം നടത്തിയിരുന്നതെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷുകാരും അതുപോലെ ഡച്ചുകാരും ഇതിലൂടെയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ വഴിയാണ് വ്യാപാരം നടത്തിയിരുന്നത്. നമ്മുടെ രാജാക്കന്മാർ വ്യാപാരത്തിലൂടെ കൈവരിച്ച സാമ്പത്തിക ലാഭം കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നതിനും മോടി പിടിപ്പിക്കുന്നതിനും വേണ്ടി ചെലവഴിച്ചു. അപ്പോൾ രാജാക്കന്മാർ തമ്മിലാവുമ്പം അവർക്ക് വ്യാപാരം എന്ത് ചെയ്യുന്നു? മികച്ച വ്യാപാരമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ വ്യാപാരത്തിലൂടെ കൈവരിച്ച സാമ്പത്തിക ലാഭം അവരെന്ത് ചെയ്തു? കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നതിനും മോടി പിടിപ്പിക്കുന്നതിനുമൊക്കെ ചിലവഴിച്ചു. കമ്പനികളാവട്ടെ അവർ സ്വന്തമാക്കിയ ലാഭം വീണ്ടും വ്യാപാരത്തിൽ നിക്ഷേപിച്ച് കൂടുതൽ വരുമാനം നേടി. അപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ ഭയങ്കര മികച്ച കമ്പനികളാണ്. അവരെന്ത് ചെയ്തു? അവർ നിർമ്മിച്ച അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ലാഭം അവരെന്ത് ചെയ്തു? വീണ്ടും ഇത് വ്യാപാരത്തിൽ നിക്ഷേപിച്ച് കൂടുതൽ വരുമാനം നേടുകയാണ് ഉണ്ടായത്. ഇത് ഇംഗ്ലണ്ടിൽ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ചു. അപ്പോൾ ഇങ്ങനെ ഇംഗ്ലണ്ട് വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനുള്ള കാരണമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത്. ഇനി ഒരു എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. മൂലധനത്തിൻ്റെ ഏകീകരണത്തിന് പ്രാധാന്യം നൽകി രൂപീകരിക്കുന്നവയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ. അപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ അവിടെ ആർക്കാ പ്രാധാന്യം? മൂലധനത്തിൻ്റെ ഏകീകരണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് രൂപീകരിക്കുന്ന കമ്പനിയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളെന്ന് പറയുന്നത്. ഇവ വിവിധ സ്രോതസ്സുകളിൽ നിന്നും മൂലധനം ഏകീകരിക്കുകയും നിക്ഷേപത്തിന് സൗകര്യമൊരുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ലക്ഷ്യം എന്താണ്? വിവിധ സ്രോതസ്സുകളിൽ നിന്നും മൂലധനം ഏകീകരിക്കുക, കിട്ടാവുന്നിടത്തോളം മൂലധനം എന്ത് ചെയ്യുക? സ്വീകരിക്കുക, എന്നിട്ട് നിക്ഷേപത്തിന് സൗകര്യമൊരുക്കുകയും ചെയ്യുക. ഇതാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ ചെയ്യുന്നത്. ഓരോ നിക്ഷേപകർക്കും ഇതിൽ ഓഹരി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഓരോ നിക്ഷേപകർക്കും എന്താണ്? അവിടെ ഓഹരി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ സമ്പത്തിൻ്റെ ഫലപ്രദമായ വിനിയോഗമാണ് ഇംഗ്ലണ്ടിൽ വ്യവസായവൽക്കരണത്തിന് സഹായകമായത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ നല്ല ലെങ്തി ആയ വീഡിയോയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കി അടുത്ത പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇനിയും ഇപ്പോൾ 1 മണിക്കൂറിന് അടുപ്പിച്ചായി, ഒരു 56 മിനിറ്റോളം ഇപ്പോഴേ തന്നെ ആയി. ഇനിയും ഇതേപോലെ ഉള്ള ഒരു ചാപ്റ്ററാണിത്. 2 പാർട്ടായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ് എന്നിവ നൽകി ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.